ഈ എയർ ഹോസ്റ്റസ് ആവാൻ മിക്കുള്ളവരും പേടിക്കുന്നതിന്റെ കാരണം എന്താണെന്നറിയോ? കുറേ പേരുടെ വിചാരമാണ് ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ ജോലി നിർത്തേണ്ടി വരും, അല്ലെങ്കിൽ ഒരു ഏജ് വരെ ജോലി ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ. ശരിക്കും പറഞ്ഞാൽ ഇന്ന പ്രായം വരെ ഈ ജോലി ചെയ്യാൻ പറ്റുള്ളൂ എന്നെങ്ങും പറഞ്ഞിട്ടില്ല. പക്ഷേ ഫിസിക്കലി ആൻഡ് മെഡിക്കലി ഫിറ്റ് ടു ഫ്ലൈ ആയിടത്തോളം കാലം മാത്രമേ ഈ ജോലി നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഫിസിക്കലി ഇൻ ദ സെൻസ് നമ്മുടെ ഹൈറ്റ്, വെയിറ്റ്, ബോഡി ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യണം. ഹൈറ്റ് അനുസരിച്ചായിരിക്കണം വെയിറ്റ്. ഓവർ വെയിറ്റ് ആവാൻ പാടില്ല, അണ്ടർ വെയിറ്റ് ആവാൻ പാടില്ല. പിന്നെ എയർ ഹോസ്റ്റസ് ആയിട്ട് ജോലി കിട്ടിയതിന് ശേഷം നമുക്കൊരു ഫുൾ ബോഡി മെഡിക്കൽ ചെക്കപ്പ് ഉണ്ടാവും. അതിൽ ഫിറ്റ് ടു ഫ്ലൈ ആയാൽ മാത്രമേ നമുക്ക് ഫ്ലൈ ചെയ്ത് തുടങ്ങാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് 40 വയസ്സ് വരെ എല്ലാ 4 വർഷത്തിലൊരിക്കലും നമുക്ക് മെഡിക്കൽ ചെക്കപ്പ് ഉണ്ടാവും. അത് കഴിഞ്ഞ് 40 വയസ്സ് തൊട്ട് 50 വയസ്സ് വരെ എല്ലാ 2 വർഷത്തിലൊരിക്കലും മെഡിക്കൽ ചെക്കപ്പ് ഉണ്ടാവും. 50 വയസ്സ് കഴിഞ്ഞാൽ എല്ലാ വർഷവും മെഡിക്കൽ ടെസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതിലൊക്കെ ഫിറ്റ് ടു ഫ്ലൈ ആയിരിക്കണം കേട്ടോ. വർക്കിന്റെ ഇടയിൽ നമ്മൾ എന്തെങ്കിലും ഹോസ്പിറ്റലൈസ്ഡ് ആവുകയാണെങ്കിലോ അസുഖം വരുവാണെങ്കിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂ വന്നാൽ ഈ ഫ്രീക്വൻസിയിൽ മാറ്റം വരുത്താൻ കമ്പനിക്ക് പൂർണ്ണ അവകാശമുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങളുടെ ഒരു കിടപ്പ്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ടാ.